കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പുള്ളി കണ്ണൂരിൽ തന്നെ മത്സരിക്കും. നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഞാൻ കണ്ണൂരിൽ തന്നെ, കണ്ണൂർ വിട്ട് ഞാൻ വരത്തില്ല, ഇത് എന്റെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു സുധാകരൻ. എന്റെയാണ്. പക്ഷേ നമ്മുടെ VD സതീശൻ പറയുന്നത് അങ്ങനെ ഇപ്പോ സ്വയം സ്ഥാനാർത്ഥി ആവണ്ട, അല്ലെങ്കിൽ ആരും സ്വയം സ്ഥാനാർത്ഥി ചമയേണ്ട, പാർട്ടി തീരുമാനിക്കുന്നത് പോലെ നടക്കുള്ളൂ എന്ന് സതീശനും പറഞ്ഞേക്കുകയാണ്. അതായത് സുധാകരൻ പറയുന്നത് പോലെ ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും നടക്കൂല, പാർട്ടി എന്ത് പറയുന്നു അതനുസരിച്ച് നടക്കുള്ളൂ, എന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല, പിന്നെയാണോ നീ എന്നുള്ളൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണോ ഐക്യം? ഇത് വലിയ ഐക്യമാണെന്നേ. കാര്യം നമ്മൾ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എത്തി നിൽക്കുന്ന പുതിയുഗ യാത്ര, ഈ പുതിയുഗ യാത്രയിലൂടെ VD സതീശൻ ഉണ്ടാക്കി വെച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ആഭ്യന്തരമായി അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ VD സതീശൻ വളർന്നു എന്നുള്ളതാണ്. ഞാൻ ആ പാർട്ടിക്കുള്ളിൽ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന് മേലെയോ ലീഗിന് മേലെയോ വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഒരു സതീശന്റെ ഒരു ഇസം അവിടെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ സതീശൻ തന്നെയാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ് ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച്. നമ്മൾ നോക്കുമ്പോൾ ഈ VD സതീശന്റെ യാത്രയിലുടനീളം കഴിഞ്ഞ പൊതുയാത്രയുടെ സമാപന വേദിയിലൊക്കെ നമ്മൾ കാണുന്ന സതീശനെ തോളിലെടുത്തുകൊണ്ട് പോകുന്നു, സതീശൻ വേദിയിലേക്ക് കയറുന്നു. സതീശൻ ഒരു ഐക്കണായി ഈ പൊതുയാത്രയുടെ വേദിയിൽ മാറി എന്നുള്ളതാണ് വാസ്തവം. അതിൽ 2ാം സ്ഥാനത്ത് പോലെ വരുന്നുള്ളൂ നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് വിവരക്കടൊക്കെ പറഞ്ഞിട്ട് അതവിടെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനെ പുതിയുഗ യാത്രയുടെ ആ ഒരു തിളപ്പിലും ആ ഒരു പ്രഭയിലും ആ ഒരു ഓറ എന്ന് നമ്മൾ പറയില്ല, ആ ഓറയിലാണ് ഇപ്പം സതീശന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നിൽപ്പെന്ന് പറഞ്ഞാൽ. ഈ നിൽപ്പ് ബാക്കിയുള്ളവർക്കൊന്നും അത്രത്തോളം പിടിച്ചിട്ടില്ല. അത് നമ്മളത്ര യൂണിറ്റി ഉണ്ട്, ഞങ്ങള് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് ഇത് ശരിക്കും കെ സുധാകരനും അത്രയ്ക്കും കൊണ്ട് പിടിച്ചിട്ടില്ല. കാരണം കെ സുധാകരനെ പിടിച്ചിട്ടില്ല എന്ന് പറയാൻ കെ സുധാകരനെ ഒഴിവാക്കി വിട്ടിട്ടാണ് സതീശൻ വലുതായത്. ഇവർ തമ്മിൽ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു തർക്കം ഒരു ശീതയുദ്ധം പോലെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കെ സുധാകരനെ പെട്ടെന്ന് കയറിയിട്ട് പറയുന്നത് എന്താണ്, ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും 3 തവണ എടുത്തു പറയുന്നു, ഉറപ്പാണ്. ഇത് കാര്യം അദ്ദേഹത്തിന്റെ ബൈറ്റിൽ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യം അദ്ദേഹം മത്സരിക്കും എന്ന് ഉറപ്പിച്ചു പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാണ്, കണ്ണൂരിൽ നിന്ന് ഞാൻ മത്സരിച്ചിരിക്കും, ഇത് ആരാലും തടുക്ക മുടിയാത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആ നിലയിൽ തന്നെയാണ് ഇപ്പം ഈ പറയുന്ന നമ്മുടെ കെ സുധാകരന്റെ നിൽപ്പ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ വെട്ടി വീഴ്ത്തുക എന്നുള്ളതാണ് സതീശന്റെ അടുത്ത ലക്ഷ്യം. അതായത് പാർട്ടിക്ക് അതീതനായി സ്വയം ആരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പാടില്ല. അത് തെറ്റായ സമീപനമാണ്, തെറ്റായ രീതിയാണ്. അതായത് എന്റെ സ്ഥാനാർത്ഥിത്വം പോലും എന്നോട് ചുവരെഴുതാൻ പറഞ്ഞിട്ട് പോലും പാർട്ടി തീരുമാനം വന്നിട്ടേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് സതീശൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പോലും എന്താ സതീശൻ എന്താ കൊമ്പുണ്ടോ? സതീശനും സുധാകരനെ അപേക്ഷിച്ച് സ്വയം പറയുന്നു ഞാൻ പോലും എന്റെ പോലും സ്ഥാനാർത്ഥിത്വം സതീശന് സ്ഥാനാർത്ഥിയാക്കണം വേണ്ടത് പാർട്ടി തീരുമാനിക്കട്ടെ. ഇവിടെ മുതിർന്ന നേതാവല്ലേ കെ സുധാകരൻ മുതിർന്ന നേതാവാ. ആ മുതിർന്ന നേതാവിന് സ്വയം അങ്ങനെ പറയാനുള്ള അവകാശം എന്താ പാർട്ടിക്കുള്ളിൽ ഇല്ലേ? അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു ആവശ്യം ഹൈക്കമാൻഡിന് മുമ്പിൽ അവതരിപ്പിക്കാൻ മാത്രം യോഗ്യനല്ലാത്ത ഒരു നേതാവാണോ കെ സുധാകരൻ? അല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിൽ സതീശന്റെ വെട്ടിനിരത്തലിനെ കുറിച്ച് ഞാൻ പറയുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുമ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസം ഈ VD സതീശൻ കേരള കൗമുദി എന്ന് പറഞ്ഞ ഇതിൽ ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അഭിമുഖത്തിൽ സതീശൻ വളരെ മറ്റൊരു തലത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതായത് 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് മുന്നണിയിൽ നിന്ന് പുറത്തു പോകണം എന്നൊരു തീരുമാനം ഉണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല അവസ്ഥ. VD സതീശൻ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നുകൊണ്ട് ഇവരെല്ലാം ഐക്യപ്പെടുത്തി ഒരുമിച്ചൊരു കുടക്കീഴിൽ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് VD സതീശൻ. എന്ന് വെച്ചാൽ എന്താ, സതീശൻ വിചാരിച്ചിട്ടാണ് 2021 പുറത്തു പോകാൻ നിന്ന മുസ്ലിം ലീഗിനെ പോലും ഒരുമിച്ച് ഈ മുന്നണിക്കുള്ളിൽ നിർത്തിയത്. അതിന്റെ എലമെന്റ് ഞാനായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ UDF എന്ന് പറയുന്ന മുന്നണിയുടെ ശക്തനായ നേതാവ് തന്നെയാണ് ഞാൻ. അതേസമയം രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് അത് ഉന്നം വെക്കുന്നത്? രമേശ് ചെന്നിത്തലയാ. എങ്ങനെയാണ് 2021 വരെ പാർട്ടിയെ നയിച്ചതാരാ? ചെന്നിത്തലയാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ കയറി അതിനോട് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല വന്നു. രമേശ് ചെന്നിത്തല 5 വർഷം പൂർത്തിയാക്കി 2021 ഇറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോഴാണ് രമേശ് ചെന്നിത്തല തന്നെയാണോ വീണ്ടും തുടരുന്നത് എന്നുള്ള ആശയക്കുഴപ്പം വന്നു.
അപ്പൊ രമേശ് ചെന്നിത്തലയോടുള്ള വിയോജിപ്പ് കാരണം മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? പതുക്കെ ഞങ്ങൾ മുന്നണി വിടുന്നു എന്നുള്ള ഒരു നീക്കം നടത്തി. ഈ നടത്തിയതിനെ പിന്നീട് ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് ഞാനാണ് ഇനി നയിക്കുന്നത്, ചെന്നിത്തലയല്ല, ചെന്നിത്തലയെ പോലെ ഒരു പടുവൃദ്ധന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് ഇനി UDF കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മുസ്ലിം ലീഗിനെ തിരിച്ചു കൊണ്ടുപോകുന്നു, ഇപ്പൊ ഒരുമിച്ച് നിർത്തുന്നു എന്ന് പറയുന്നു. ഇതാണ് ശരിക്കും സതീശനിസത്തെ സ്വയം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ശരിക്കും VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ്, കോൺഗ്രസിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ സുധാകരനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സതീശൻ എന്ത് അധികാരം സുധാകരൻ എന്ത് അധികാരമുണ്ട് ഇങ്ങനെ പറയാൻ എന്നുള്ളത് ചോദ്യം ചെയ്യലാണ് അവിടെ നടക്കുന്നത്. കൃത്യമായ ചോദ്യം ചെയ്യലാണ്. ആ ചോദ്യം ചെയ്യലിന് മുമ്പിൽ സുധാകരൻ അടിപതറും. ഇവിടെ പാർട്ടിക്കുള്ളിൽ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോരുത്തരും ഓരോ പാർട്ടിയാണ്. ചെന്നിത്തല ഒരിക്കലും സതീശനെ അംഗീകരിച്ചു കൊടുക്കില്ല, സതീശനാകട്ടെ ചെന്നിത്തലയും അംഗീകരിച്ചു കൊടുക്കില്ല. KC വേണുഗോപാൽ ഇവർ രണ്ടുപേരെ അംഗീകരിക്കില്ല. കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് സതീശനെ ഇപ്പൊ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട ഒരാളായിട്ടാണ് കാണുന്നത്. സുധാകരൻ നാളെ ഒരു ഘട്ടത്തിൽ ഇനി സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് വെച്ചോ, നാളെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും. ഇത് സുധാകരൻ നേരത്തെ പറഞ്ഞ സുധാകരൻ പറഞ്ഞ കാര്യമാണ്. എനിക്ക് പാർട്ടി വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് തീരുമാനിച്ചാൽ മതി, ഞാൻ BJPയിലേക്ക് പോകും. ഇവിടെ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരാളുടെയോടും ചോദിക്കേണ്ട ആവശ്യമില്ല. സുധാകരന് സീരിയസ് ആയിട്ട് പറയാം. ഒരുത്തിനോടും VD സതീശനോട് ചോദിച്ചിട്ട് സതീശൻ ഞാൻ BJP പൊക്കോട്ടെ, സതീശിന്റെ പെർമിഷൻ വേണ്ട സുധാകരന് പോവാൻ. തന്റെ ഇടത്തോടെ സുധാകരൻ ഇറങ്ങി പോകും. സുധാകരൻ പോയി കഴിഞ്ഞാൽ സുധാകരനെ BJPക്കാർ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം, ചിലപ്പോൾ സ്വീകരിച്ച് സുധാകരനെ ഒപ്പം നിർത്തി വേണമെങ്കിൽ കണ്ണൂരിൽ ഒരു സീറ്റ് കൊടുക്കും. പറ്റിയാൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരായിട്ട് ധർമ്മടത്ത് ഒരു സീറ്റ് കൊടുക്കും, ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ്. പക്ഷെ സുധാകരൻ അത് മത്സരിക്കാൻ തയ്യാറാവില്ലെന്ന് രണ്ടാമത്തെ കാര്യം ധർമ്മടത്ത് കൊടുത്ത അവിടെ കാര്യം കണ്ണൂരിൽ പിണറായി വിജയൻ സ്വന്തം നാട്ടിൽ ജനിച്ചതാണ് എന്ന് പറയുന്നത് പോലും എനിക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ ഒരു നേതാവാണ് കെ സുധാകരൻ. അതിപ്പോഴും ഈ പുതിയ യാത്രയുടെ സമാപന വേദിയിൽ പോലും പറഞ്ഞു. അതായത് പിണറായി വിജയൻ എന്റെ നാട്ടിൽ ജനിച്ചതാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ നേതാവാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ നേതാവിനെ സമയമെടുത്തോളം ഇപ്പം കണ്ണൂരുകാരും പറയുന്നത് എന്താണെന്നറിയാം. ഇപ്പൊ സണ്ണി ജോസഫ് പറയുന്നത് അത് തന്നെ ആയിരിക്കും. എന്റെ മുന്നിൽ നടന്ന എന്നെ നയിച്ച ഒരാളാണ് കെ സുധാകരൻ എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ് എന്ന് ചിലപ്പോൾ സണ്ണി ജോസഫ് പറയും. കാര്യം ഇത് അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും എല്ലാവരോടും മമതയോ സ്നേഹമോ ആദരവോ ഒന്നും ആർക്കും ഇല്ല, സ്ഥാനമോഹം മാത്രം. ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതായത് ഫോട്ടോ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് തിരിഞ്ഞ് ഇങ്ങനെ പുതുപ്പള്ളി പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന ഒരു സാധനം ഇട്ടിട്ട് എന്താണ് നീതിമാനായ ജീവിതത്തിൽ നീതിമാനായ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഇട്ടിട്ട് സാർ എന്ന് പറഞ്ഞിട്ട് ലവ് ചിഹ്നത്തിന്റെ ഒരു സ്മൈലിയൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നീതിമാനായിരുന്നോ ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ്? നീതിമാനായിരുന്നു? അല്ലെങ്കിൽ ഈ നീതിമാൻ എന്ന് പറയാൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശം? രാഹുൽ ഇങ്ങനെ തന്നെ ഇവനെ ഒരിക്കലും ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞ ഒരു നേതാവാണ് ഈ ഉമ്മൻചാണ്ടി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി നീതിമാനാ. കാര്യം പുള്ളി ക്രാന്തദർശിത്വം ഉള്ളവനാ. കാര്യം എന്താ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിച്ച് കുളം തോണ്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇയാൾക്കറിയാം, ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നീതിമാനാ. പക്ഷേ ഷാഫി പറമ്പിൽ ഇവിടെ ഒന്ന് ഒറ്റി കള്ളക്കളി കളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതാണ്. അന്നും വേറൊരാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാനായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞത്. പിന്നെ ഉമ്മൻചാണ്ടി നീതിമാനേ അല്ല. ഇതിനു മുമ്പത്തെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി നീതിമാനേ അല്ല. കാര്യം ഉമ്മൻചാണ്ടി ഇവിടെ കേരളത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആഭാസതരം പത്രങ്ങളിലൂടെ എഴുതി പിടിപ്പിച്ച ഒരു നേതാവാണ്. കെ കരുണാകരനെ പോലെ നമ്പി നാരായണന്റെ കണ്ണീരിനുള്ള മറുപടി അദ്ദേഹം ഉമ്മൻചാണ്ടി ജീവിതം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരാളായിരുന്നു. അതിന്റെയാണ് അദ്ദേഹം അനുഭവിച്ചു മുഴുവൻ. നമ്പി നാരായണൻ എത്ര കൊല്ലം ജയിലിൽ കിടന്നറിയില്ലേ? ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിരുന്നു? ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പുറത്താക്കിയില്ലേ നമ്പി നാരായണനെ ജയിലിൽ നിന്ന്? അദ്ദേഹത്തിന്റെ എത്ര വർഷങ്ങളാ പോയത്? ഒരുപക്ഷെ ഈ രാജ്യം അറിയപ്പെടേണ്ടിയിരുന്ന ഒരു ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനെ അദ്ദേഹത്തിന് എത്ര കൊല്ലക്കാലം ജയിലിൽ പിടിച്ചിട്ടു? എന്താണ് അതിന്റെയൊക്കെ പാപഭാരം? ഉമ്മൻചാണ്ടി എത്ര വെള്ളത്തിൽ കുളിച്ചാലും എത്ര പുണ്യാളനായി വാഴ്ത്തിയാലും അതിന്റെയൊക്കെ പാപഭാരം ഉമ്മൻചാണ്ടിയുടെ തലേന്ന് പോവും? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടും പറയും നീതിമാനായിരുന്നു, തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് ഇപ്പോ ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ട് നടക്കുക. ഈ കരുണാകരൻ അന്ന് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും വൈറലായി കിടക്കുന്ന വീഡിയോകളാണല്ലോ. ഇവരെല്ലാം അനുഭവിക്കുമെന്ന് തന്നെ പറഞ്ഞു. ആ അനുഭവം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായില്ലേ?
ഉമ്മൻചാണ്ടിക്ക് അവസാന കാലത്ത് ഒരു സീറ്റിന് വേണ്ടി പുരപ്പുറത്ത് കയറി സമരം ചെയ്യേണ്ട ഗതികേട് വന്നില്ലേ? അപ്പൊ എവിടെയാണ് ഉമ്മൻചാണ്ടി നീതിമാനായത്? നമ്പി നാരായണനെ ജയിലടച്ചപ്പോഴോ? കരുണാകരനെതിരെ ഈ പറയുന്ന കള്ളക്കഥ ചാരക്കേസ് പ്രചരിപ്പിച്ചപ്പോഴോ? മറിയ റഷീദ് അടക്കമുള്ളവരെ വെച്ചിട്ട് അവിടെയായിരുന്നു ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നത്? അപ്പൊ നീതിമാനേ അല്ല. അപ്പം ഇവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വള്ളുപറച്ചിലും ചീത്ത പറച്ചിലും അടിയൊഴുക്കുകളും തെറിവിളികളും കോൺഫ്ലിക്റ്റുകളും എല്ലാം ഇപ്പോഴും നിലവിലുണ്ട്. അതൊരിക്കലും മാറത്തില്ല. കാര്യം ഇത് പാർട്ടി കോൺഗ്രസ്സാ. ഇതിനകത്ത് അങ്ങനെയേ പറ്റൂ. കാര്യം ഇത് പരമ്പരാഗതമായി സംപ്രേഷണം ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ പരസ്പരം കൈമാറ്റം ചെയ്തു പോകുന്ന, പരമ്പരാഗതമായി കൈമാറ്റം ചെയ്തു പോകുന്ന ചില വൃത്തികേടുകൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിലുണ്ട്. ഇതിനെ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താനായിട്ട് പരിശ്രമിച്ച ഒരാളാണ് ഈ നമ്മുടെ രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് തന്നെ കള്ളക്കളി കളിച്ച KM മാണി സാറിന്റെ വീട്ടിലേക്ക് അത് അംഗീകരിക്കില്ല, ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ ഞാൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് മാണി സാറിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് രമേശ് ചെന്നിത്തല. അതിന്റെ കഥകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്ത രമേശ് ചെന്നിത്തലയെ വീഴ്ത്താൻ ആര് വന്നു? VD സതീശൻ വന്നു. സതീശനെ വീഴ്ത്താൻ ആര് വന്നു എന്ന് ചോദിച്ചാൽ അടുത്ത തലമുറ എത്തിക്കഴിഞ്ഞു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും തലമുറകളിലൂടെ പിന്നെ സംപ്രേഷണം ചെയ്തു വരിക എന്ന് തന്നെ പറയാം. ഇങ്ങനെ വരുന്ന ഒരു കുതുകാൽ വെപ്പിന്റെയും പരസ്പരമുള്ള പോരാട്ടത്തിന്റെയും വലിയ കഥകൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ഇനി എത്രത്തോളം ഒരുമിച്ച് നിന്നെന്ന് പറഞ്ഞാലും, എത്രത്തോളം ഞങ്ങൾ ഐക്യപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും, ഇനി സതീശനിസമല്ല ഏത് ഇസം വന്നു എന്ന് പറഞ്ഞിരുന്നാലും ശരി, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഇത് ഒരുപക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനറിയാം ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കൂ എന്നുള്ള കാര്യം ലീഗിനറിയാം. ലീഗ് ഇമാതിരി കാര്യങ്ങളൊന്നും ലീഗ് ഒരു തവണ വാണിംഗ് ചെയ്തു. കാര്യം നിങ്ങൾ ആദ്യം ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ലീഗിന്റെ നേതൃത്വം നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് നടപ്പില്ല, അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം ലീഗിനറിയാം. അതുകൊണ്ടാണ് ലീഗ് പല ഘട്ടങ്ങളിലും, അസന്നിഗ്ധമായ പല ഘട്ടങ്ങളിലും ലീഗ് മൗനം പാലിക്കുന്ന കാര്യം അതാണ്. ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഇനി എത്ര കാലം ഓടാൻ ഈ വണ്ടി എന്നുള്ള ഒരു തോന്നൽ ലീഗിനുമുണ്ട്. പണ്ട് BRM ഷഫീർ പറഞ്ഞ പോലെ ഇത് അവസാനത്തെ വണ്ടിയാണ് എന്ന് പറയുന്ന പോലെ, ഇത് അവസാനത്തെ ലാപ്പാണ് എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാത്രം നമുക്ക് ഈ രണ്ട് സംഭവത്തെയും, ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള സതീശന്റെ പ്രസ്താവനയും അതോടൊപ്പം K. സുധാകരനെതിരായിട്ടുള്ള സതീശന്റെ പ്രസ്താവനയും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.